ആലപ്പുഴ ചെങ്ങന്നൂരിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ യുവതി പിടിയിൽ. പുലിയൂർ സ്വദേശി സുജിതയെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനൂർ സ്വദേശി നൽകിയ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറംലോകം അറിയുന്നത്. ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരിയാണെന്ന് പറഞ്ഞായിരുന്നു പ്രതി സുജിത ബുധനൂർ സ്വദേശിയായ സ്ത്രീയെ സമീപിച്ചത്. ആയുർവേദ ആശുപത്രിയിലോ കേരള വാട്ടർ അതോറിറ്റിയിലോ സർക്കാർ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് 2023 ഫെബ്രുവരിയിൽ 4.25 ലക്ഷം രൂപയും വാങ്ങി. ആയുർവേദ ആശുപത്രി ജീവനക്കാരിയാണെന്ന് വിശ്വസിപ്പിക്കാൻ വ്യാജ സർവീസ് തിരിച്ചറിയൽ ടാഗും യുവതിയെ കാണിച്ചിരുന്നു. കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെയാണ് ബുധനൂർ സ്വദേശി പോലീസിൽ പരാതി നൽകുന്നത്. എന്നോട് പൈസ വാങ്ങിച്ചത് 2023 ഫെബ്രുവരി 25-ാം തീയതിയാണ് പൈസ വാങ്ങിച്ചത്. 2 മാസത്തിനുള്ളിൽ ജോലി തരാമെന്ന് പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത്. ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡും കൂടിയാണ് അവരുടെ കയ്യിൽ പൈസ കൊടുക്കുന്നത്. 2 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. ഓരോ മാസം കഴിയുമ്പോഴും ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞ് അവർ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 8 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞ് ഉടനെ റെഡിയാകും, ആദ്യ ഘട്ടം കുറച്ച് ആൾക്കാരുടെ റെഡി ഉണ്ടെന്ന് പറഞ്ഞൊരു PSC റാങ്ക് ലിസ്റ്റ് നമ്മളെ കാണിച്ച് അടുത്ത ലിസ്റ്റ് നമ്മുടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വിശ്വസിച്ച് പിന്നെ നമ്മൾ 1 ഇയർ കൂടി വെയിറ്റ് ചെയ്തു. പിന്നെയും കാര്യങ്ങൾ നമ്മുടെ കൈ വിട്ടു പോവാണ്. അപ്പം നമുക്ക് പൈസയില്ല, ജോലിയില്ല, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി. അപ്പോഴാണ് ഇവര് കോടിക്കണക്കിന് രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയേക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത്. നിരവധി പേരിൽ നിന്നായി 1 കോടിയിലധികം രൂപ പ്രതി കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ചെങ്ങന്നൂരിലെ ശക്തി ബിൽഡേഴ്സ് എന്ന നിർമ്മാണ കമ്പനിയുടെ പാർട്ട്ണറാണ് താനെന്നും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞ് കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെന്ന കേസും പ്രതി സുജിതയ്ക്കെതിരെയുണ്ട്. സുജിതയ്ക്കെതിരെ ചെങ്ങന്നൂർ, വെൺമണി പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.